നമ്മളെന്ന് ഇറങ്ങല്ലേ? ആ പോവാ. അച്ചുവിനെ ഇവിടെ ഒറ്റയ്ക്കിട്ടോ. അത് വേണ്ട, നമുക്കിവിടെ നിക്കാം. ഹലോ, അവളെ ആരും പിടിച്ച് തിന്നൊന്നുമില്ല. എല്ലാം പോക്കെ, ഞങ്ങള് പോവാ. ഇന്നിനി വീട്ടിൽ കയറ്റുമെന്ന് ഡൗട്ടാ. പ്രാക്ടീസ് ഉണ്ടായിരുന്നു പറയാം. എന്നാ അപ്പു ഇവിടെ നിക്കട്ടെ, കിച്ചു പിള്ളേരെ കൊണ്ടാക്കും. എന്നാ അങ്ങനെ ആവട്ടെ. മോനെ അപ്പു, തലമറന്ന് എണ്ണ തേക്കരുത്. ഏയ് ഞാനോ? തേച്ചവന്റെ തല കാണില്ല. ഇതാ പാല് പാല്, ജതിനേട്ടന് മാത്രമേ തന്നുള്ളൂ കേട്ടോ. ഓ മണ്ടത്തരം പറയാണ്ട് പോയി കിടന്ന് ഉറങ്ങ്. നാളെ കോളേജിൽ പൊക്കണം. ജാനു, ആ ഞങ്ങള് പോവും. ഞാനൊന്നും പോവില്ല ഇവളുടെ കൂടെ. എനിക്ക് ഊബർ വേണം. എന്നെ ഇറങ്ങി പോടി ഇപ്പൊ തന്നെ. വൺ നോട്ട് അമ്മാവോ. ഏയ് ഊബർ എങ്കിൽ ഊബർ, ഇവിടെ വാ. അയ്യോ കൊണ്ടുപോയി. നിന്നേക്കാൾ ഡീസന്റ് ആവൻ കേട്ടോ. ഞങ്ങളൊന്ന് ഇറങ്ങട്ടെ, അങ്കിളിനോട് പറയും. ആ ചേച്ചി വാ ഇറങ്ങല്ലാരും. നിന്റെ അപ്പം വിളിച്ചോടി. 100 വട്ടം. പോണില്ലേ? പോണോ? എന്റെ പല്ല് എന്ത് പല്ലാന്നാ പറഞ്ഞേ? അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നിന്നെ പറഞ്ഞല്ല. എല്ലാരും കിടന്നോ, ഞാനും കിടക്കാൻ പോവാ. പൊക്കോ പൊക്കോ. നീ കുറച്ച് കഴിഞ്ഞ് ജാനുടെ കൂടെ പോയി കിടന്നോ? ഇല്ല. എന്നാ നീ ആ സോഫയിൽ കിടക്ക്. അയ്യാ, എനിക്ക് വിശാലമായ സ്ഥലം വേണം. എന്നാ മുറ്റത്ത് പോയി കിടക്ക്. അതിലും വിശാലമായ സ്ഥലം ഇവിടെ വേറെ ഇല്ല. അങ്ങോട്ട് നീങ്ങി കിടക്കടി കുട്ടിപ്പിശാശേ. ഞാൻ കുട്ടിപ്പിശാശല്ല. അയ്യേ, അപ്പൊ റീലെടുക്കുമല്ലായിരുന്നോ? ഇതിനെ ഞാൻ ഇന്ന് വേണ്ട, ഞാൻ നീ കിടന്നോളാം. അങ്കിളായിരിക്കും. കിടന്നോ കിടന്നോ. ഓക്കെ. അച്ചു ഇറങ്ങിയോ? ഇല്ല ഏട്ടാ. എന്താ? ഒന്നുമില്ല, എന്തേലും ഉണ്ടേ വിളിക്ക്. ഏട്ടൻ ഇവിടെ തന്നെ ഉണ്ട്. ആ ഏട്ടാ. ഗുഡ് നൈറ്റ്. ഓ ആയിക്കോട്ടെ. ഏട്ടൻ എവിടെ കിടക്കും? തൊട്ടപ്പുറത്തൊരു ബെഡ്റൂമാ. റിച്ച് പീപ്പിൾസ്. നാളെ കോളേജിൽ എങ്ങനെ പോകുന്ന? ഊബറിനല്ലേ? അതല്ല, എല്ലാരും കല്യാണം കഴിഞ്ഞ കാര്യം ചോദിക്കില്ലേ? ഓർമ്മിപ്പിക്കരുത് എന്നെ. എത്ര ഗേൾസ് ഫാൻസ് ഉണ്ട് എന്റെ സോങ്ങിന്. അതിനിയും കൂടേണ്ടതായിരുന്നു. ഓ എന്റെ പൊന്നോ. അപ്പൊ ഈ ഞാനോ? എന്നെ എത്ര പേരാ പ്രപ്പോസ് ചെയ്തേ? എത്ര പേരാ? ഇഷ്ടം പോലെ. ഓ, അപ്പൊ കൊറേ പ്രേമുണ്ടല്ലേ? ഞാൻ ആരെയും പ്രേമിച്ചിട്ടൊന്നുമില്ല. ഹോ, പുണ്യം ചെയ്തവന്മാരാ. എന്നുവെച്ചാ ഒരു ക്രഷ് ഉണ്ട്. പക്ഷെ എനിക്ക് പറയാൻ പേടിയായിട്ട് ഞാൻ പറഞ്ഞില്ല. അവന് വേറെ ആളുണ്ട് ഇപ്പൊ. ഓഹോ. എനിക്ക് സാറേനെയും റോഷനെയും പോലെ ഒന്നും പ്രേമിച്ച് നടക്കണ്ട. പിന്നെ എന്താണാവോ വേണ്ടേ? കല്യാണം, എന്നിട്ട് പ്രേമിച്ചാ മതി. അതെന്താ? പ്രേമിച്ച് കിട്ടിയവരൊക്കെ പറയുന്നത് കല്യാണത്തോടെ ആ ആവേശം തീരുന്നു. അതുകൊണ്ട് എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് പ്രേമിച്ചാ മതി. ഓ അങ്ങനെ. പോരാത്തേന് കണ്ണി കണ്ട ആ പൂപ്പോളെ ഒന്നും കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ. ജതിനേട്ടന് പ്രേമൊന്നുമില്ലേ? ഉണ്ടായിരുന്നു. ബ്രേക്കപ്പ് ആയോ? ഹാ, എന്താ പറയാ, ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ച്. അങ്ങനെ പ്രപ്പോസ് ഒന്നും ചെയ്തിട്ടില്ല. ഇന്റർവെല്ലിന് സംസാരിക്കും, സ്കൂൾ വിട്ടു പോകുമ്പോ സംസാരിക്കും, അതന്നെ. എന്നിട്ട്? അത്രേ ഉള്ളൂ. പിന്നെ സ്കൂള് മാറി വേറെ പോയി. ഇപ്പൊ അവക്കൊരു കൊച്ചായി. അയ്യേ. പിന്നെ ഈ അടുത്തൊരു കല്യാണം വരെ എത്തിയതാ. എന്താ മുടങ്ങിയോ? ഹാ. എങ്ങനെ? ഞാൻ നിന്നെ കെട്ടിയില്ലേ? ഹാ. ആരുമായിട്ടായിരുന്നു കല്യാണം? ഒരു പ്രൊഡ്യൂസർ ഉണ്ട്, അങ്ങേരുടെ മോൾ. അയ്യോ, ഞാൻ പറയാ അവരോട്. എന്ത്? നമ്മള് ശരിക്കും കല്യാണം കഴിച്ചിട്ടില്ലാന്ന്. ചതിക്കല്ല മോളെ, ഞാൻ അതൊന്ന് എങ്ങനെ ഒഴിഞ്ഞു നോക്കിയിരിക്കുവായിരുന്നു. അത് ശരി. അങ്കിള് കൊണ്ടുവന്നതാ. ഇനി അങ്കിള് തന്നെ അത് മുടക്കിക്കോളൂ. പ്രൊഡ്യൂസറിന്റെ മോളാകുമ്പോ റിച്ച് ആയിരിക്കുമല്ലോ. ആണല്ലോ. അപ്പൊ കെട്ടിക്കൂടെ? അവളൊന്നും എനിക്ക് സെറ്റ് ആവില്ല. ഭയങ്കര ജാടയാ. ജാനുവിനും ഇഷ്ടല്ല. ഓ, എന്നാ ഗുഡ് നൈറ്റ്. എനിക്ക് നാളെ ക്ലാസ്സിൽ പോട്ടെ. പുതപ്പ് മൊത്തം വലിച്ചോണ്ട് പോവല്ലേ? താൻ വേണേ ബെഡ്ഷീറ്റ് പൊതിച്ചോ. അതെ, ഇത് എന്റെ വീടാ. ദിസ് ഈസ് മൈ റൂം. അങ്കിൾ. യോ, പൊതക്കി പൊതക്കി. ഇതാരാ? ഹായ്, വീണ്ടും ഞാനാ. നിനക്ക് എന്താടാ വേണ്ടേ? അച്ഛൻ ഉറങ്ങിയോ നോക്കാൻ? നോക്കിക്കോ. ഹാ, ഉറങ്ങ. ഇനി പൊക്കോ. ഏയ് നിക്ക് നിക്ക്. എന്താ? നമുക്ക് വല്ല കഥയും പറഞ്ഞിരുന്നാലോ? അതെന്താ, നമ്മുടെയാണോ ആദ്യ രാത്രി? അങ്ങനല്ല. ഒന്ന് പോയി കിടന്ന് ഉറങ്ങടാ. പുതപ്പോ ഇല്ല, ഉറങ്ങിയെങ്കിലും ചെയ്തോട്ടെ. സോറി, ഗുഡ് നൈറ്റ്. അകത്ത് പെങ്ങളും സമ്മതിക്കില്ല, പുറത്ത് ആങ്ങളെയും സമ്മതിക്കില്ല. ഉറങ്ങായിരുന്നോ? ഇല്ലടാ, ഞാൻ സാധകം ചെയ്യാം.
അച്ഛനെ ഉണർത്താതെ മെല്ലെ ചെയ്യണേ. ഇവനാ ഞാനിന്ന്. ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. ആദ്യ രാത്രി എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ ശിവരാത്രി ആയല്ലോ. എന്താടാ? അച്ചുവിനെ ഞാൻ തിന്നു. നിനക്ക് എന്താണാ വേണ്ടേ? ജതിന് ഓർമ്മയുണ്ടോന്ന് എനിക്ക് ഓർമ്മയില്ല. കാരണം ഇതെന്റെ വീട്ടിൽ നടന്ന കാര്യമാണല്ലോ. അച്ചു ഞങ്ങളുടെ കൂടെ ഫുട്ബോൾ കളിക്കുകയായിരുന്നു. അപ്പൊ അവളുടെ കാലും നിലത്ത് വീണ് മുറിഞ്ഞു. എങ്ങനെ മനസ്സിലായി? നിന്റെ പ്രശ്നം എനിക്ക് മനസ്സിലായി. ഒരു കാര്യം ചെയ്, നീ ഇവിടെ കിടന്നോ, ഞാൻ അപ്പുറത്ത് കിടന്നോളാം. അയ്യോ വേണ്ട, ഞാൻ ചുമ്മാ വന്നയാ, ഇനി വരൂല, മദർ പ്രോമിസ്. വേണ്ട, എനിക്കൊന്ന് ഉറങ്ങണം. നീ ഇവിടെ കിടന്നോ. ഗുഡ് നൈറ്റ്. അല്ല, അവന്റെ ഒരു തങ്കച്ചി പാസം. നേരം വെളുക്കാറായി. ഇപ്പോഴൊന്ന് സമാധാനായേ. അത് ശരി, കാമുകിയുടെ വീട്ടില് വന്നിട്ട് അവളെ ഒന്ന് കാണാൻ പോലും വരാതെ ഇവിടെ പൊതച്ചു മൂടിക്കിടന്ന് ഉറങ്ങും. ദുഷ്ടൻ. ഓരോരോ കാമുകന്മാർ ഇങ്ങനെ ഒരു ചാൻസിന് വേണ്ടി കാത്തിരിക്കാം. അപ്പൊ ഇവിടെ ഒരുത്തൻ. കഷ്ടം കേട്ടോ പോട്ടാ. ഞാൻ ഇപ്പൊ വരുന്ന കരുതിയിരിക്കുക. അപ്പൊ താൻ ഇവിടെ നല്ല സുഖമായിട്ട് പതച്ചു മൂടിക്കിടന്ന് ഉറങ്ങും അല്ലേ? ഒന്ന് മെസ്സേജ് എങ്കിലും അയച്ചൂടെ? അതിനും ബുദ്ധിമുട്ടാണ്. അന്ന് വീട്ടിൽ നിന്ന് കംപ്ലീറ്റ് ആക്കാൻ പറ്റാതെ പോയ കിസ്സെങ്കിലും കംപ്ലീറ്റ് ആക്കിക്കൂടെ? കിസ്സാ? നീയാ? അതേടി, ഞാൻ തന്നെ. അപ്പൊ ഇതായിരുന്നല്ലേ രണ്ടിനോടെ പരിപാടി? മെല്ലെ മെല്ലെ അങ്കിള് കേൾക്കും. എടി കുരുത്തം കെട്ടവളെ, ഇതാണ് അവൻ പറഞ്ഞേ. അവൻ നിന്നെ പൊന്നുപോലെ നോക്കിയത്. കിസ് ചെയ്തില്ല, അപ്പോഴേക്ക് റോഷം വന്നു. ഓ, എന്റെ ഗുരുവായൂരപ്പൻ കൊണ്ടുവന്നത് അവനെ. എനിക്ക് കാലനാണെങ്കിലും. ഞാനെന്നാ നടക്കണത് ഞാൻ നാളെ തരാം. പോയി ഡോർ ലോക്ക് ചെയ്. നാളെ കാലത്തല്ലാതെ നീ റൂമിന്ന് പുറത്തിറങ്ങിയ നിന്റെ കാല് ഞാൻ തല്ലി പിടിക്കും. അവളുടെ ഒരു കിസ്. നട്ടപ്പാതിരിക്ക് ഇറങ്ങിയിരിക്കുക ടാസ്ക് കംപ്ലീറ്റ് ആക്കാൻ. അപ്പുറത്തെ റൂമിൽ ഇന്നലെ ദിനോസറാണോ ഈശ്വര കിടന്നുറങ്ങി? വെറുതെ അല്ല എനിക്ക് തണുത്തെ. ഉള്ള പുതപ്പ് മൊത്തം ചുരുട്ടി വെച്ചിരിക്കുക. അയ്യോ ഏട്ടൻ. ഏട്ടൻ എന്താ ഇവിടെ? അതന്നെയാ ഞാനിപ്പോ ആലോചിക്കുന്നേ. ഇന്നലെ അവിടെ തന്നെ കിടന്നാ മതിയായിരുന്നു. ഞാൻ അങ്ങേരാന്നാ കരുതിയെ. ശത്രുക്കളോട് പോലും ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഏട്ടൻ കിടന്നോ? ഞാൻ കുളിക്കാൻ പോവാ. ഓ, എന്റെ ഉറക്കം പോയി. ഞാൻ പോയി ചായ കിട്ടോ നോക്കട്ടെ. സോറി ട്ടോ. ഓ, ആയിക്കോട്ടെ. ഒരു ചവിട്ട് വേസ്റ്റായി. എന്നാൽ ഇവരെന്താ മാറിക്കിടന്നേ? ഞാൻ കൂർക്കം വലിച്ചോ? ഞാനാ? ഓ, ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ വേറെ പോവാനാ? കുന്തം. എന്താ രാവിലെ തന്നെ കലിപ്പ്? നീ ഇന്നലെ എവിടെയായിരുന്നു? നീയോ? ആ, നീ എവിടെയായിരുന്നു? ഞാൻ അച്ചു അവന്റെ കൂടെ അല്ലേ. ആ ടെൻഷൻ. എന്നിട്ട് റൂം മാറി കിടന്നല്ലേ? അത് നിന്റെ ഏട്ടൻ പറഞ്ഞിട്ടാ? അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. എന്ത്? നിങ്ങൾ മാറി കിടന്നത്. ഞാൻ ഇന്നലെ നിന്റെ റൂമിൽ വന്നിരുന്നു. എപ്പോ? വെളുപ്പാകാറായി. പക്ഷെ ഏട്ടൻ പൊക്കി. അയ്യോ, എന്നിട്ട്? ഞാൻ നീയാന്ന് കരുതി അന്നത്തെ കംപ്ലീറ്റ് ആദ്യ കിസിന്റെ കാര്യമൊക്കെ പറഞ്ഞു. അമ്മേ, അവൻ ഇന്നെ കൊല്ലും. അടിപൊളി. ഏത് നേരത്താണോ അങ്ങോട്ട് കയറി ചെല്ലാൻ തോന്നിയേ. ശരിക്കും അന്ന് കിസ് കംപ്ലീറ്റ് ആവാത്തതിൽ സങ്കടമുണ്ടോ? എനിക്ക് സങ്കടമൊന്നുമില്ല. ഓഹോ, നീ പൊക്കെ, എനിക്ക് പണിയുണ്ട്. വേണേൽ ഇപ്പൊ കംപ്ലീറ്റ് ചെയ്യായിരുന്നു. പക്ഷെ പല്ല വെച്ചിട്ടില്ല. ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ? പാത്രം കഴുകാൻ അറിയോ? അത് ലാസ്റ്റ് ചെയ്യാം. എന്റെ മെയ്യാകെ തരിച്ചു പോയി നിന്റെ കണ്ണിൽ. നീ ഒന്ന് വിട്ടു നിന്നേ, അവനിപ്പോ വരും. വരുന്നവരെ നിക്കാലോ. നിന്റെ ചുണ്ടാകെ ചുവന്നു പോയി, എന്റെ കൈയാകെ വിറച്ചു പോയി, നിന്റെ കാർക്കൂന്തലയഞ്ഞു പോയി അഴകേ. ഓ
അപ്പോഴത്തിനുള്ള ചായ ഇനി മുതൽ ഞാൻ ഇട്ട് കൊടുത്തോളാം. ഇതാ നിന്റെ ചായ. നിക്ക്. ജതിനേട്ടനുള്ള ചായ ഇനി ഞാൻ ഇട്ട് കൊടുത്തോളാം. ഇവക്കെന്ത് പറ്റി? കൊടുത്തോ. ചായ മാത്രം ആക്കണ്ട, ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഒക്കെ നീ തന്നെ ഉണ്ടാക്കി കൊടുത്തോ. എനിക്ക് അത്രയും പണി കുറഞ്ഞു കിട്ടും. അങ്ങനല്ല. നീ അപ്പൊ ഇവിടെ കൂടാനുള്ള പ്ലാനാണോ? അല്ല. പിന്നെ? ഒന്നുമില്ല. കറിക്ക് ഉപ്പില്ലല്ലോ. ദാ ഉപ്പിരിക്കുന്നു, ആവശ്യത്തിനെടുത്തിട്ടോ. അപ്പൊ സീരിയലിലെ ഏട്ടത്തിമാർക്ക് മാത്രമേ ടെററാവാൻ പറ്റുള്ളൂ. വേഗം കഴിക്കേ, കോളേജിൽ പോണ്ടേ. അപ്പൊ എല്ലാരോടും ഞാൻ ഇറങ്ങാട്ടോ. ഓക്കെ അങ്കിൾ, ഞാൻ വിളിക്കാം. വിളിച്ചാ മാത്രം പോരാ, രണ്ടാളും കൂടെ വിരുന്നിന് അങ്ങോട്ട് വരണം. ജാനു മോളെ, നീ ഇവരുടെ കൂടെ വരണട്ടോ. അപ്പു പിന്നീട് ഒരിക്കൽ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. ഞാൻ രാത്രി വീഡിയോ കോൾ ചെയ്യാം, അപ്പോഴല്ലേ നിങ്ങൾ ഒരുമിച്ചുണ്ടാവും. ഇതിപ്പോ ഇവര് വരികയില്ല. ചോദിക്കുന്നവർക്കൊക്കെ മാത്രം നമ്മൾ ചെലവ് ചെയ്ത് കൊടുക്കേണ്ടേ വരുമോ? നമ്മളല്ല, നീയായിട്ട് വരുത്തി വെച്ചതല്ലേ. വേണ്ടായിരുന്നു. ആഹാ, ഏട്ടത്തി നാത്തൂൻ എത്തിയോ? അയ്യേ, ഞാൻ ഉണ്ടാക്കി തന്ന ഫുഡ് തൊണ്ടേന്ന് ഇറങ്ങിയിട്ട് 1/2 മണിക്കൂർ പോലും ആയിട്ടില്ലല്ലോ ദുഷ്ടേ. നിന്നെ പൊഴുത്തി പറയാന്ന് വിചാരിക്കരുത്. നിന്റെ കുക്കിംഗ് വളരെ മോശമാണ്. എന്നാ ഇനി തൊട്ട് ഏട്ടത്തി കുക്ക് ചെയ്തോ, ഞാൻ അടുക്കളയിൽ ഇറങ്ങി തരാം. അയ്യാ, ആ പുതി മനസ്സിൽ വെച്ചാ മതി. ഞാനിനി ആ പ്രദേശത്തേക്കേ ഇല്ല. അതെ, നിങ്ങൾ ക്ലാസ്സിൽ കയറാത്തയാ നല്ലത്. എല്ലാവർക്കും ഉച്ചയ്ക്ക് മന്തി അല്ലെങ്കിൽ ബിരിയാണി വേണമെന്നാ പറയുന്നേ. എന്തിന്? നിന്റെ കല്യാണത്തിന്റെ ചെലവ്. അത് ചേട്ടായി തന്നെ അങ്ങ് കൊടുത്താ മതി. ഞാൻ പറഞ്ഞ എന്റെ കല്യാണം കഴിഞ്ഞൊന്ന് ഗ്രൂപ്പിലിടാൻ. ശരിയാ, തെറ്റെന്റെ ഭാഗത്താ. അപ്പൊ ഞാൻ പ്രാക്ടീസിന് പോവാ, നാളെ പൊളിക്കാനുള്ളതാ. എന്നാ ഞാനും വരാൻ കാണാൻ. വാ, നമുക്ക് ക്ലാസ്സിൽ പോവാം. ഓക്കെ. എന്റെ പെണ്ണെ, മതി കളിച്ചത്. പോരാ, ഫസ്റ്റ് കിട്ടണം. ലാസ്റ്റ് ഫസ്റ്റ് നടക്കായിരിക്കും. ഇവനെന്താ ഇവിടെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്കിള് വീഡിയോ കോൾ ചെയ്യുന്നു. അതിന് അവളെ കാണണ്ടേ? ബെസ്റ്റ്. ഇവിടെ വാ, ആന്റിക്ക് കാണാനാ. ഇവിടെ വാടി. നീ കുളിക്കാന്ന് പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേ. അവിടെ നിന്ന് ഇവിടെ വരെ ഓടി വന്നോ? പോടാ പൊട്ട. നാളെ 4 ബോക്സ് വരും. ഒന്നിച്ച് വരാത്തതാ നല്ലത്. ദേ അവൻ. ഹലോ, ഞാൻ അവിടെ കയറാൻ പാടില്ല പറഞ്ഞിട്ട് ഇതിപ്പോ നിന്നെ ഇവിടുന്ന് ഓടിക്കേണ്ട അവസ്ഥയാണല്ലോ. പക്ഷെ നമ്മൾ തമ്മിൽ 1-2 തൂവലിന്റെ വ്യത്യാസമുണ്ട്. എന്നെ നീ പേടിക്കേണ്ട കാര്യമേ ഇല്ല. അപ്പൊ പോട്ടെ. ഓ, അല്ല, അവനെന്തിനാ വന്നേ? ഭാര്യ വീടല്ലേ, എപ്പോ വേണേലും വരാലോ. നാളെയാണ് ഡാൻസ്. എനിക്ക് ഓർമ്മയുണ്ട്. മേക്കപ്പോ? അത് ഞാൻ. എത്ര മണിക്കാ? എന്നെ 2 മണിയാവും. അപ്പൊ 3 മണിക്ക് പോയാ മതി. ഇന്ന് എഴുതാനൊന്നുമില്ലേ? നാളെ മറ്റന്നാളോ ആർട്സാ. അടുത്ത ആഴ്ച പരിപാടി. വരുന്നോ എന്റെ ഡാൻസ് കാണാൻ? എന്താ? ഒന്നുമില്ല. നീ ഒന്നിനുമില്ലേ? ഞാനെന്തിനു? നിന്റെ ഫ്രണ്ട്സോ? ആർച്ചുണ്ട്, നാടോടി നൃത്തത്തിന്. പിന്നെ സാറയുടെ ഗ്രൂപ്പ് ഡാൻസ് ഉണ്ട്. കാണാൻ പോണില്ലേ? ഓ, ഉണ്ട്. എത്ര മണിക്കാ? അവളുടെ ആണേ 2 മണിയാവും. ഓ, എന്തേ, നീ വരുന്നുണ്ടോ കാണാൻ? പിന്നെ എനിക്കവിടെ പണിയില്ലേ? അച്ചു സെറ്റല്ലേ? യെസ്. തിന്നാനൊന്നും കൊണ്ടുവന്നില്ല? പഴമുണ്ട്, മിച്ചറുണ്ട്, ചിപ്സ് ഉണ്ട്, കപ്പ വറുത്തതുണ്ട്. സ്പ്രൈറ്റ് തീർക്കരുത് കേട്ടോ. ആരാ വീഡിയോ എടുക്കുന്നേ? ഞാൻ. എല്ലാരും എടുത്തോ, നല്ലത് എടുത്ത് സ്റ്റാറ്റസ് ഇടാം. കുറുമ്പത്തി സുന്ദരി നിന്റെ ഈ പുഞ്ചിരി എന്നുള്ളിൽ പൂത്തിരി നീയാകെ കുളിരല നിന്റെ കണ്ണിൽ കരിമഷിയായ തീ
അങ്ങ് നന്നായി കളിച്ചു. എടി രസമുണ്ടായിരുന്നടി. താങ്ക് യു. ഇനി ഞാൻ പറഞ്ഞില്ല വേണ്ട, കൊഴപ്പല്ലായിരുന്നു. ഓ താങ്ക്സ്. ഹേ ആർച്ച, ക്യൂട്ടായിരുന്നു. അച്ചു, നന്നായിരുന്നടി. ഐ എം പ്രൗഡ് ഓഫ് യു, മൈ വൈഫ്. അതാട്ടി അവളുടെ ആള്, ജനനിയുടെ ഏട്ടൻ. താങ്ക്സ്. എടാ അപ്പു. അപ്പു അല്ല ഞാനാ. നീ എങ്കി നീ സംതിങ്. അത് തന്നെ. റിസൾട്ട് അനൗൺസ് ചെയ്യുന്നു. തേർഡ് പ്രൈസ് ചെസ് നമ്പർ 284. സെക്കൻഡ് പ്രൈസ് ചെസ് നമ്പർ 142. അവളാണോ? അല്ല. ഫസ്റ്റ് പ്രൈസ് ചെസ് നമ്പർ 372. സാരില്ലടി, നീ നന്നായി കളിച്ചു. ഇനി ജാനുവിന്റെ മുഖത്ത് എങ്ങനെ നോക്കൂ? സാരില്ല, നമുക്ക് ഫൈനൽ ഇയറിൽ പിടിക്കാം. അതന്നെ. വാ, ബാക്കി പരിപാടി കാണാം. അതെ, എല്ലാരും ഇരിക്കി. അടുത്തതായി സ്കിറ്റ് ആണ്. അതിന്റെ ഒരുക്കങ്ങൾ നടക്കുന്ന സമയം കൊണ്ട് നമുക്ക് വേറെന്തെങ്കിലും ചെയ്താലോ? അർപ്പിത് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. നമ്മുടെ കോളേജിന് കുറെ പ്രൈസ് മേടിച്ചെന്ന ആളാ. നന്നായിട്ട് പാടും. ബെസ്റ്റ്. അർപ്പിത്, വന്നൊരു പാട്ട് പാട്. ചെല്ലടാ, ഇതൊക്കെ ഒരു ചാൻസ് അല്ലേ? ജാനു, എന്നെ ഒന്ന് നോക്കിക്കോണേ. എന്റെ ഉള്ളാകെ ഉലച്ചു നീ, എന്റെ മെയ്യാകെ തരിച്ചു പോയി. നിന്റെ കണ്ണിൽ ഞാൻ വീണുപോയി പ്രിയേ, നിന്റെ ചുണ്ടാകെ ചുവന്നു പോയി, എന്റെ കൈയാകെ വിറച്ചു പോയി. നിന്റെ കാർക്കൂന്തലയഞ്ഞു പോയി അഴകേ. ഓ കണ്ടോ ഇപ്പൊ എങ്ങനെയുണ്ട്? ഹലോ, ഒന്നും പറയാനില്ലേ? ഇനി കെട്ടിച്ചേരോ? അയ്യടി, ആദ്യം പഠിത്തം, എന്നിട്ട് മതി കണ്ടുപിടുത്തം. സാറയുടെ ഡാൻസ് ഇല്ലേ? നാളെയാ? ഒന്നുമില്ല. അനുചേച്ചി ആർച്ച ഇന്നൊന്ന് വീട്ടിലേക്ക് വിടാവോ? എന്തിന്? അങ്കിൾ ഇന്നും വീഡിയോ കോൾ ചെയ്യും. അപ്പൊ ഇന്നലത്തെ പോലെ അവിടുന്ന് നിങ്ങളുടെ അവിടെ വരെ കാർ എടുത്ത് വരാൻ വയ്യ. അയ്യ, അങ്കിളിനോട് ഞാൻ എന്റെ വീട്ടിൽ പോയി വരാം. എത്ര ദിവസം പറയും? എല്ലാത്തിനും തെണ്ടിയാ കാരണം. അങ്കിള് വിളിക്കുന്നതിന് ഞാൻ എന്ത് ചെയ്യാനാ? ഇതിപ്പോ വലിയ പാടായല്ലോ. അല്ലെങ്കിൽ പൊക്കോട്ടെ, കൂട്ടിന് ഞാനും പോവാ. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞോ? ഇല്ല, ഞാൻ എന്റെ ഭാര്യയോട് വരാനാ പറയുന്നേ. റോഷ, എന്നെ കൊണ്ടൊന്നും വയ്യ, എല്ലാം കെട്ടിപ്പറിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ. ഞാൻ അതും ആലോചിച്ചു. ഇനി നിങ്ങളുടെ കുടുംബക്കാരെ കാണിക്കാനും ഞങ്ങൾ ഒന്നിച്ചു നിൽക്കണ്ടേ? അപ്പൊ ആർച്ചയ്ക്ക് വേണ്ടതെല്ലാം പുതിയത് അവിടെ മേടിച്ചു വെക്കാം. പുതിയതോ? അത് ശരിയല്ല മനുവേട്ടാ. അമ്മ ഞായറാഴ്ച ഇവരുടെ അടുത്ത് പോണം പറയുന്നുണ്ട്. എന്തൊരു കഷ്ടായത്. പാവം. നീ മിണ്ടരുത്. പുതിയ ഡ്രസ്സൊക്കെ മേടിച്ചല്ലോ. എന്നാ ഇടയ്ക്ക് പോയിട്ട് വരാല്ലേ? ബെസ്റ്റ്. ഞാനൊരു കാര്യം പറയാം, അത് നിങ്ങളുടെ രണ്ടുപേരുടെയും നല്ലതിനാണ്. എന്താ? എന്തായാലും നീ ഇവളുടെ കഴുത്തിൽ താലി കെട്ടി. നാട്ടുകാരെല്ലാം നിങ്ങളെ ഭാര്യ ഭർത്താക്കന്മാരായിട്ടാ കാണുകയും ചെയ്യണേ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി മറ്റൊരു കല്യാണം കഴിക്കണമെങ്കിൽ നാട്ടുകാരെയും കുടുംബക്കാരെയും മൊത്തം നടന്നത് പറഞ്ഞ് മനസ്സിലാക്കി വേറൊരു കല്യാണം കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇവരൊന്നിച്ച് ജീവിക്കട്ടെ, ഒരു വീട്ടിൽ താമസിക്കട്ടെ എന്നാ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് 1 വർഷം സമയം തരാം. അതിനുള്ളിൽ നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടമാണെങ്കിൽ ഇതിങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. അല്ല, ഈ 1 വർഷത്തിനിടയിൽ നിങ്ങൾക്ക് പരസ്പരം ഒരു ഇഷ്ടവും തോന്നിയില്ലെങ്കിൽ ഡിവോഴ്സ്. അതാ നല്ലത്. അല്ല, ഇവളെ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ? അല്ലാണ്ട് ഓരോ കുടുംബക്കാര് വിളിക്കുമ്പോഴും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ടി വരും. അത് ശരിയാ, പക്ഷെ ഒരു കണ്ടീഷൻ. ജാനുവിനെ കെട്ടിച്ചേർന്നായിരിക്കും. അല്ല, അച്ഛനൊരു പെങ്ങളെ പോലെ നോക്കണം. പിന്നെന്തിനാ പൊട്ടെ ഇവളെ അങ്ങോട്ട് വിടുന്നേ? എന്ന് വെച്ചാ അവളുടെ പഠിത്തം കഴിയുന്നവരെ അവളെ വേറെ ഒന്നും ചെയ്യരുത്. എന്ത്? നിനക്ക് കാര്യം മനസ്സിലായില്ലേ? ഓക്കെ, എനിക്ക് ഓക്കെയാ. പ്രോമിസ്? നിങ്ങൾ സെപ്പറേറ്റ് റൂമിൽ കിടക്കണം.
അതും ഓക്കെ. അതൊക്കെ. അവളെ പണിയെടുപ്പിക്കരുത്, പീഡിപ്പിക്കരുത്, നാത്തും പോലെ എടുക്കരുത്. പിന്നെ എനിക്കതല്ലേ പണി. അപ്പോ അങ്ങനെ അങ്ങ് തീരുമാനിക്കാം അല്ലേ? എന്തുവാടാ ഇത്? മാഡത്തിന്റെയാ? വന്ന് കേറിയത് ഖജനാവ് കാലിയാക്കിയോ? ഐ ആം വെരി എക്സ്പെൻസീവ്. നീ നാളെ തൊട്ട് വേറെ വല്ല പണിയും കൂടെ നോക്കിക്കോ. വേണ്ടി വരും. എന്റെ റൂം ഏതാ? എന്റെ ഇപ്പുറത്തുള്ള റൂം എടുത്തോ. ഓക്കെ, ഞാൻ പോയി ഫ്രഷ് ആവട്ടെ. വേലക്കാരി ജാനു, എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെച്ചേക്കെ. ഇവളെ ഞാനിന്ന്. പ്ലീസ്. നിങ്ങൾ 1 വർഷം വരെ ഒന്നും പോവില്ല, അതിന് മുമ്പ് ഡിവോഴ്സ് ആവും. അങ്ങനെയൊന്നും പറയല്ലേ മോനെ. എന്ത് എന്ത്? അതന്നെ എനിക്ക് ചോദിക്കാനുള്ളത്. എന്ത്? ഒന്നുമില്ല. അവളെ കണ്ണി കണ്ടുകൂടാത്ത നീ എന്തിനാ അവളെ ഇവിടെ നിൽക്കാൻ സമ്മതിച്ചേ? അത് മനുവേട്ടൻ പറഞ്ഞത് നീയും കേട്ടല്ലേ? മനുവേട്ടൻ നീ പറഞ്ഞ ശേഷല്ലേ പറഞ്ഞേ? നിനക്കവളെ ആണോന്ന് ഒരു ഡൗട്ട്. പ്ലീസ് പറയല്ലേ. നിനക്ക് ശരിക്കും? പിന്നെ നീ എന്തിനാ ഇത്ര ആക്ട് ചെയ്തേ? അവക്ക് എന്നെ കണ്ണി കണ്ടൂടല്ലോ, അതുകൊണ്ട്. അപ്പൊ എനിക്ക് ഇഷ്ടാന്ന് പറഞ്ഞു അവൾ എന്നെ കാലെ വാരി നിലത്തടിക്കും. അപ്പൊ ഈ കല്യാണൊക്കെ നിന്റെ പ്ലാൻ ആയിരുന്നോ? നോ, ചെലപ്പോ ഞങ്ങൾക്ക് വിധിച്ചത് ഞങ്ങൾ തന്നെ ആയിരിക്കും. അതായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എടാ മാറി, ഇത്രയൊക്കെ ഉള്ളിൽ വെച്ചിട്ടല്ലേ നീ സിഗ്മ മേലെ കളിച്ചത്? അപ്പുനോട് പറയല്ലേ. ഞാൻ പറയും. അയ്യോ, അവൻ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും? അത് ഞാൻ എന്തിനാ ആലോചിക്കുന്നേ? പ്ലീസ് പ്ലീസ്. എന്നാ ഇനി ഞങ്ങളുടെ കാര്യത്തിൽ തലയിടരുത്. ഒരു 20% തലയിടും. ഞാൻ നിന്റെ ആങ്ങളായി പോയില്ലേ. അവളെ വളയ്ക്കാൻ നീ കൊറേ ഏറെ കഷ്ടപ്പെടും. ഇക്കാര്യത്തിൽ ഞാൻ എത്ര വേണമെങ്കിലും കഷ്ടപ്പെടാൻ റെഡിയാണ്. ഓഹോ, അവിടെ വരെ ആയോ കാര്യങ്ങള്? ഞാനൊന്നും ചെയ്യാതെ തന്നെ ഇത്രയൊക്കെ ആയില്ലേ, അപ്പൊ ഞാൻ ട്രൈ ചെയ്താലോ? അതെ, ഇവിടെ ഒരു തലയുടെ ഉള്ളല്ലോ. നിനക്ക് പിന്നെ എത്രണ്ണം വേണം? ബെഡ് നിറയണ്ടേ, കാണാൻ ഒരു ഗുമ്മുള്ളൂ. എന്റേതൊന്നും എടുത്തോ. താങ്ക്സ്. പിന്നെ ഡിന്നർ അപ്പൊ കിട്ടും? ആവുമ്പോ കിട്ടും. ഇവിടെ ഞാൻ അധികകാലം പോവില്ല. ജാനു പ്ലീസ്. ഓഹോ, ഏട്ടത്തിക്ക് എത്ര മണിക്ക് ഫുഡ് വേണം? അയ്യേ. അതെ, അവൾ എന്നെ ഇഷ്ടാന്ന് പറയാതെ നിനക്കും അവനും കെട്ടാന്ന് നീ വിചാരിക്കണ്ട. അത് ശരി. അവളില്ലാഞ്ഞിട്ടൊരു സുഖല്ല അല്ലേ? അനുചേച്ചി, തീക്കൊള്ളി കൊണ്ടാ നമ്മള് തല ചൊറിയുന്നത്. അതെ, അവന്റെ ഉള്ളിലെ മൃഗം പുറത്തു ചാടിയാലോ? അവളെ കണ്ട് പേടിച്ചോടിക്കോളും. സത്യത്തിൽ ജാനുവിനെ പകരം ഇവിടെ നിർത്തണം, അതാ വേണ്ടേ. മോനെ ചുമ്മാ. അവൻ അതിന്റെ ഇടയിൽ കൂടെ. ആമേ കള്ളം കാമുക. നാളെ സാറയുടെ ഡാൻസ് ഉണ്ട്. ജതിരേട്ടൻ വരുന്നില്ലേ? ഞാനെന്തിനാ വരുന്നേ? ജാനുവിന്റെ ഒന്നുമില്ലല്ലോ. പിന്നെന്തിനാ ഇന്ന് വന്നേ? അത് ഞാൻ അവളെ കൂട്ടാൻ വന്നതാ. ഓ, നിങ്ങൾ എന്തൊട്ട് ഒന്നിച്ചു പോയി വരില്ലേ? ജാനുവിന്റെ കാറുണ്ടല്ലോ. അയ്യാ, ഞാൻ അവളുടെ കൂടെ ഒന്നും പോവില്ല. നിങ്ങൾ ഇക്കണക്കിന് ഞാൻ ഇവിടെ എങ്ങനെ ഒറ്റയ്ക്കാക്കി പോവും? നീ അതിനെവിടെ പോവാ? ചെന്നൈ. യു അഗൈൻ? അന്ന് ചെയ്ത സോങ് അവർ ഓക്കെ പറഞ്ഞു. അത് നീ എന്നെ കേൾപ്പിച്ചില്ലല്ലോ. ഉടനെ റിലീസാവും. എന്നാ പോണേ? 2 ദിവസം കഴിഞ്ഞ്. ഞാനപ്പോ എന്റെ വീട്ടിൽ പോയി നിൽക്കും. അപ്പൊ ഇവളെ ഒറ്റയ്ക്കാവില്ലേ? ഇവളെ കൊണ്ടുപോവോ? അയ്യാ, ഞാനൊന്നും കൊണ്ടുപോവില്ല. എന്താ ആർച്ച, നിനക്കിപ്പോ അവളുടെ ചേച്ചിയുടെ സ്ഥാനം. ഞാനാണേത്? പക്ഷെ സ്ഥാനം കൊണ്ട് നീ അവൾക്ക് ചേച്ചിയല്ലേ? ഈ സാധനത്തില് ഞാൻ ഉണ്ടല്ലോ. ഞാൻ ചെന്നൈ പോയി വരുമ്പോഴേക്ക് 2 ഫ്രണ്ട്സ് ആവണം. ബെസ്റ്റ്. നീ തിരിച്ചു വരുമ്പോഴേക്കും ഞങ്ങൾ ആരെങ്കിലും ഒരാളെ ജീവനോടുണ്ടാവും. അവക്ക് നിന്നോട് എന്താ പ്രശ്നം? ആർക്കറിയാം, ഞാൻ കാണുമ്പോ തൊട്ട് അവളെങ്ങനാ. ബെസ്റ്റ്. നീ ട്രൈ ചെയ്. നിങ്ങളെ ഫ്രണ്ട്സ് ആയാലേ എനിക്ക് അപ്പൂരും ഭാവിയിൽ സമാധാനം ഉണ്ടാവും. ഞാനായിട്ട് കുഴപ്പത്തിനൊന്നും പോവാറില്ല. മതി, അത് മതി. എന്നാ നീ കിടന്നോ, കിച്ചൺ ഞാൻ ക്ലീൻ ചെയ്തോളാം. എക്സ്ക്യൂസ് മീ. യെസ്. ഇതെന്താ ഡോർ ലോക്ക് ചെയ്യാത്തെ? പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വന്നാ ഇറങ്ങി ഓടണ്ടേ? അത് ശരി. ഒരു പുരുഷനുള്ള വീട്ടിൽ, അതും ആ പുരുഷൻ ഭർത്താവും കൂടെ ആയ സ്ഥിതിക്ക് വാതില് ലോക്ക് ചെയ്യാതെ കിടക്കുന്ന ധൈര്യം. ജതിനേട്ടൻ അപ്പോഴേട്ടന് പ്രോമിസ് കൊടുത്തല്ലോ. അത് ശരിയാ. എന്നാ പൊക്കോ, ഗുഡ് നൈറ്റ്. നീ ഉറങ്ങുന്നില്ലേ? അവരെ കാണാത്തോണ്ടാണോ? അല്ല, ഞാൻ വേറൊരു കാര്യം ആലോചിക്കായിരുന്നു.
എന്ത്? ഇന്ന് ഞാൻ ഡാൻസ് കളിച്ചത് ക്യൂട്ടായിരുന്നു പറഞ്ഞ ചേട്ടനില്ലേ, അതാ ഞാൻ പറഞ്ഞ ക്രഷ്. ഞാൻ ആലോചിക്കാം, നമ്മൾ ഒരു വർഷം കഴിയുമ്പോൾ ഡിവോഴ്സ് ആവുമല്ലോ, അപ്പൊ അവരും ബ്രേക്കപ്പ് ആയാൽ ആയാ? അപ്പൊ ഞങ്ങൾ സെറ്റ് ആയാലോ? ബ്യൂട്ടിഫുൾ ആയിരിക്കും അല്ലേ? വണ്ടർഫുൾ. എന്തേ അണ്ടി പോയ അണ്ണാനെ പോലെ? ചുമ്മാ ഒന്നുമില്ല. ഇതിപ്പോ ഞാൻ നിനക്ക് കാവലിരിക്കേണ്ടി വരും. ഓടി പോയി കിടന്നുറങ്ങ്. ഓ ഞാൻ പോയേക്കാം. അവളെ ഇനിയും വളരാൻ അനുവദിച്ചുകൂടാ. അവളെ എങ്ങനെയെങ്കിലും വളയ്ക്കണം. നീ വരുന്നുണ്ടോ ഇല്ലയോ? നിന്റെ കൂടെ വരത്തില്ല വരത്തില്ല വരത്തില്ല, ഞാൻ പോവാ. അപ്പൊ ഇവളോ? മാഡത്തിന് എന്റെ കൂടെ വരാൻ താല്പര്യമില്ല. ആർച്ച, എനിക്ക് ഊബർ മതി. ഡെയിലി ഊബറോ? നിങ്ങക്ക് ഒന്നിച്ചു വെക്കൂടെ? എനിക്ക് പറ്റൂല, എനിക്ക് വീട്ടിലെ പോണം. വീട്ടിലോ? ആ, ഞാനൊരു ബാധ്യതയാണെന്ന് തനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്നെ വീട്ടിലോട്ടാക്കിക്കോ. ഓ വാ, ഞാൻ കൊണ്ടാക്കാം. അപ്പൊ താൻ ചെന്നൈ പോകുമ്പോഴോ? നീ ക്ലാസ്സിൽ പോവണ്ട. അയ്യടാ, അതാ പറഞ്ഞേ, ജാനുവിന്റെ കൂടെ പോവാൻ. മിണ്ടാതിരുന്നാ പോരെ? ഒരേ ക്ലാസ്സിലിരിക്കുന്ന പോലെ ഒരേ കാറിലിരുന്നൂടെ? അത് ശരിയാ. ഹാ, ജാനു ആർച്ചയുണ്ട്. ഡ്രൈവർ വണ്ടി എടുക്കൂ. ഇവിടെ ഞാൻ കൊല്ലൂട്ടോ. പ്ലീസ്, ജീവിതമാണ്, ഞാൻ കാല് പിടിക്കാം. ഇവരെ ഞാൻ തന്നെ ഡിവോഴ്സ് ചെയ്യിക്കും. ഡ്രൈവർ വേഗം. ഡ്രൈവർ നിന്റെ മറ്റവൻ. ജഗരേട്ടനെ വിളിക്കുന്നു. സാറമ്മ ഇന്നൊരു പൊളി വിളിക്കും. റോഷ, ക്ലാരിറ്റി പോവാണ്ട് സൂം ചെയ്ത് വീഡിയോ എടുക്കണേ. പിന്നല്ല. എടാ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഒരു പ്രശ്നമില്ല. SD ദൃശ്യമികോടെ ഞാൻ ഇത് ഷൂട്ട് ചെയ്യും. എടാ പോവല്ലേ? അങ്കിൾ പ്ലീസ് മൂവ്. റോഷ, നീ റോമിൽ പോകുന്നു? ഹല്ലേലൂയ, സ്തോത്രം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഡാൻസ് തുടങ്ങി. പൊക്കോ പൊക്കോ. അല്ല, അപ്പൊ റോം? അപ്പോഴും ഇപ്പോഴും റോം അവിടെ തന്നെ ഉണ്ട്. അങ്കിൾ വാ, ഇവിടെ ഇരിക്കും. റോഷൻ റോമിൽ പോകുന്നു? പോയാലല്ലേ വരണ്ടു. അവൻ ഇന്നലെ അവിടെ നിർത്തി. ഭയങ്കര പാടാണ്. റോമിലൊക്കെ പോയി അച്ചമ്പട്ടം കിട്ടി വരുവാണ്. സാറേനെ കൊണ്ട് കെട്ടിക്കാൻ.